ഹലോ ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഞാനിതേ 2-ാം തീയതി നമ്മളുടെ 25-ാം തീയതി ക്രിസ്മസിനൊരു വീഡിയോ ഇട്ടിട്ട് ന്യൂ ഇയറിന് ഞാനും ആരണം ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതല്ലേ ഇട്ടുള്ളൂ. പിന്നെ 2-ാം തീയതി ഇന്നലത്തേത് പിന്നെ ഇന്നത്തെ എല്ലാം കൂടെ കൂടിയൊരു വീഡിയോ അങ്ങ് ഇടുവാണേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച കാക്കനാട് പോയത്. എൻ്റെ അനിയത്തിയുടെ, അതായത് 29-ാം തീയതി അനിയത്തിയുടെ അമ്മായിമ്മ മരിച്ചു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞായറാഴ്ച വൈകുന്നേരം ഒരു യൂത്ത് മീറ്റിംഗ് കുടുംബത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. അത് ആരൺ ഒറ്റയ്ക്ക് പോകുമല്ലാത്തതുകൊണ്ട് ഞാനും പോവും. കാരണം ആരണല്ലേ പോകത്തില്ല. ആരൺ പോയില്ല എങ്ങനെയാണ് കുടുംബത്തുള്ളവരെയൊക്കെ പഠിക്കുന്നത്. ഞാൻ 25 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് 25 വർഷവും മുടങ്ങാതെ ഞാൻ കുടുംബയോഗത്തിന് പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ അറിയാം കേട്ടോ. അപ്പം പക്ഷേ പിള്ളേർ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് ആരോട് ഇടിച്ചു കയറി മിണ്ടുവോ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. രണ്ടുപേരും അങ്ങനെ, ആഷറും അങ്ങനെ ആരണവും അങ്ങനെ. ഞാൻ ഈ പോകുന്നതുകൊണ്ട്, ഇവരെ കൊണ്ടുപോകുന്നതുകൊണ്ട്, നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് ആഷർ 24 വർഷമായിട്ടും ആരൺ 17 വർഷമായിട്ടും പോകുന്നു എന്ന് പറയും. പക്ഷേ ഒരു ആരോടും ഒന്നും ശരിക്കും അങ്ങോട്ട് എന്നെപ്പോലെ തള്ളിക്കയറി മിണ്ടുവോ അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഞാൻ ഓർത്തു ചുമ്മാ അങ്ങോട്ട് യൂത്ത് മീറ്റിങ്ങിന് ആരണെ ഒരു ഓട്ടോയും പിടിച്ച് വിട്ട് തിരിച്ചൊരു ഓട്ടോയ്ക്ക് വന്ന ആരണ അവിടെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയിലിരിക്കും, ആരെയും പരിചയപ്പെടുത്തില്ല. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പോകത്തുമില്ല കേട്ടോ, പുള്ളിക്ക് ആരെയും പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാനതുകൊണ്ട് കൂടെ പോവും. ഞാൻ കൂടെ പോയി ഞാൻ എല്ലാവരെയും അവനെ വിളിച്ചുകൊണ്ട് പോയി ഓരോരുത്തരുടെ അടുക്ക പോയി പരിചയപ്പെടുത്തി അവനെ എല്ലാവരെയും മനസ്സിലാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല. കുടുംബത്തിലെ ആൾക്കാരെ മനസ്സിലായില്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും നമ്മൾ മിണ്ടാതെ നിൽക്കത്തില്ലേ, അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടെ പോവും, എല്ലാം പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറം മക്രോണി എന്ന് പറയുന്ന മാങ്ങാനം, കോട്ടയത്ത് മാങ്ങാനം മക്രോണി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കുടുംബത്തിലൊരു വീടാണ്. നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ. പണ്ടത്തെ സ്റ്റൈലിലെ ഒരു റിനോവേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. ഞങ്ങളാദ്യമായിട്ടാണ് പോകുന്നത്. ഒരുപാട് വീടുകളുണ്ടല്ലോ ഈ കുടുംബത്തിൽ. ഇപ്പം ഇങ്ങനെ മാറി മാറി ഓരോ വീട്ടിലും വെക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടുകാരെയും വീടുകളും എല്ലാം പരിചയപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ ഹാളിലൊക്കെ വെക്കുമ്പം ആർക്കും ആരുടെയും വീടുകൾ അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളാണ്. ഇതെന്തായാലും നല്ലത്. അപ്പം ആദ്യമേ പ്രാർത്ഥിച്ച് തുടങ്ങി, പിന്നെ പാട്ടുപാടി തുടങ്ങി. കഴിഞ്ഞ് പിന്നെ ബൈബിള് വായിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ 2 വാക്ക് ഇത് പിള്ളേരെ അഭിനന്ദിച്ചൊക്കെ പറഞ്ഞു. പിന്നെ തമാശയൊക്കെ പറഞ്ഞു. കോട്ടയത്ത് CMS കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കിനും പണ്ട് കാലത്ത് ആങ്ങളെയും പെങ്ങന്മാരും തമ്മിൽ തിരിച്ചറിയാൻ മേലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയെങ്കിലോ എന്നൊക്കെ അതായി പറയുന്നത്. ചിരിച്ചുകൊണ്ട് പറയുക ഞങ്ങളുടെ കുടുംബയോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് PV ചെറിയാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു യൂത്ത് മീറ്റിംഗ് വേണമെന്ന് പണ്ട് തൊട്ടേ കാരണവന്മാരൊക്കെ പറയുമായിരുന്നെന്ന്. അപ്പോൾ അന്ന് മുതലുള്ള ആലോചനയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നടപ്പായത്. ഇത് 2-ാമത്തെ മീറ്റിംഗ് യൂത്തിൻ്റെ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, അല്ല 1 മാസം മുമ്പ്, നവംബർ 23-ാം തീയതി കളത്തിപ്പടിയിൽ ആരൻ്റെ സ്കൂളിലെ ടീച്ചറും നമ്മുടെ ബന്ധുവായ എലിസബത്ത് മിസ്സിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. ഒരു ഗെയിമാണ്. ഇതിപ്പോൾ 2-ാമത്തെ മീറ്റിംഗ് ഇവിടെ വെച്ച്. അപ്പോൾ ഗെയിമാണേ. ആരണം ആരൻ്റെ റിലേറ്റീവ്, പിന്നെ ഈ കൈ പുറകെ കെട്ടി നിൽക്കുന്ന ആരൻ്റെ പപ്പാടെ ചേട്ടൻ്റെ മോന് അഭിഷേക്, അങ്ങനെ എല്ലാവരും ആരൻ വിൻ ചെയ്തേ. അത് ഹെഡ്, ഷോൾഡർ, നീ, ഹിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ ടച്ച് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് കപ്പെന്ന് പറയുമ്പോൾ കുനിഞ്ഞ് താഴെ വച്ചിരിക്കുന്ന കപ്പ് ചാടിയെടുക്കുന്നവർ വിൻ ചെയ്യും. അങ്ങനെ അപ്പോൾ അത് ആരൺ വിൻ ചെയ്തു കേട്ടോ. 16 പേരുണ്ടായിരുന്നു, 8 കപ്പും വെച്ചു. അങ്ങനെ
എന്തായാലും ആരൺ ജയിച്ചു. പിന്നെ സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റാണ് കൊടുക്കുന്നത്, ഓരോ ബാറ് ചോക്ലേറ്റ്. നല്ല ചോക്ലേറ്റ് ആയിരുന്നു, സ്നിക്കേഴ്സിൻ്റെ ഏതാണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല, ആരൺ എൻ്റെ കൊണ്ട് തന്നായിരുന്നു. പിന്നെ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഒരു 5:30 തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 5 ചെന്നു. ഞങ്ങളാണെ കാക്കനാട് യാത്രയും കഴിഞ്ഞിട്ട് ഓടി വന്ന് വീട്ടിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വൈറ്റും റെഡും ആയിരുന്നു ഇടേണ്ടിയത്. അപ്പം ഓടി വന്ന് കുളിച്ചു, ഡ്രസ്സും മാറി ഞങ്ങൾ പാഞ്ഞ് പിന്നെ വരുമായിരുന്നു. എന്തായാലും കറക്റ്റ് ടൈമിലെത്തി. ഞങ്ങൾ ആദ്യമേ തന്നെ എത്തി, പതിവ് പോലെ തന്നെ. എവിടെ പോയാലും നമ്മൾ നേരത്തെ ചെല്ലും. അങ്ങനെ എത്തി. പക്ഷേ നല്ല എൻജോയ് ചെയ്തു കേട്ടോ, ഒരുപാട് എൻജോയ് ചെയ്തു. പിള്ളേരും എൻജോയ് ചെയ്തു, ഞങ്ങളും അത് കണ്ടും. പിന്നെ ലാസ്റ്റ് ഒരു ഗെയിമിൽ അറ്റൻഡ് ചെയ്തു ഒക്കെ. ഞങ്ങൾക്കും കൂടെ ചെന്ന കുറച്ച് പേരൻസ് ഉണ്ടായിരുന്നു, ഇതുപോലെ ആരണ്ണെ പോലെ ഒറ്റയ്ക്ക് പോകാത്തങ്ങളാന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ അവരും മാതാപിതാക്കളൊക്കെ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവരുമൊക്കെ എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പം തലയ്ക്കൊരു വെളിവ് കിട്ടും. അല്ല നമ്മൾ ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഈ യൂട്യൂബും പിന്നെ കോഴി വളർത്തലും പച്ചക്കറിയുടെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. എന്നാലും മനുഷ്യന് കുറേ ആകുമ്പോഴത്തേക്കിനൊന്നും മിണ്ടാനും ആരണാണെങ്കിൽ പഠിത്തത്തിരക്ക്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഫങ്ഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് പോകാൻ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇത് കണ്ട ക്രിസ്മസ് കാരളാണ്. അതായത് ഇരുന്നുകൊണ്ട് തന്നെ 2 പാട്ട് പാടി, അത്രയേ ഉള്ളൂ. അതായത് ഏതൊക്കെയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, നല്ലതായിരുന്നു. പിന്നെ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടെ. അത് ആദ്യം ഒരു ഗെയിം കഴിഞ്ഞിട്ട് ഓരോരോ ഗ്രൂപ്പായിട്ട് 6 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 6 ഗ്രൂപ്പ് ഗെയിം കഴിഞ്ഞിട്ടിരുന്ന് പാടുന്ന. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഗെയിം നടന്നുകൊണ്ടിരിക്കുക, വേറെ പിള്ളേരുടെ ഗെയിമാണ്. അത് നടന്നുകൊണ്ടിരിക്കുക. അല്ല, ഇത് ഞങ്ങളെല്ലാം കൂടെ മൊത്തം ലാസ്റ്റുള്ള ഗെയിമായിരുന്നു. അത് തന്നെ. അത് ഭയങ്കര വളിപ്പം. അതായത് 6 ഗ്രൂപ്പാണ്. അത് ചിരിച്ചിടപാട് തീർന്ന്. 6 ഗ്രൂപ്പിലും 6 പേര് വെച്ചുണ്ട്. 6 പേര് വെച്ചെന്ന് പറയുമ്പോൾ 6 ആനിമൽസിൻ്റെ പേരാണ്. ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ്. അപ്പം എൻ്റെ ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയത് ഹെൻ. അപ്പോൾ ആ ഹെന്ന് 6 ഗ്രൂപ്പിലും ചെന്ന്, ബാക്കിയുള്ള 5 ഗ്രൂപ്പിലും ചെന്ന് ആ ഹെന്ന് കൊക്കരക്കോ അല്ലേ വെക്കണ്ടേ, അങ്ങനെ വെച്ച് ഓരോ ഗ്രൂപ്പിലും സംസാരിക്കാൻ പാടില്ല, ആക്ഷൻ മാത്രം ചെന്ന് ആ മറ്റുള്ള 5 ഗ്രൂപ്പിൽ കൊക്കരക്കോ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഹെന്ന് കൊക്കരക്കോ വെച്ച് നമ്മുടെ പുറകെ വരും. അങ്ങനെ എല്ലാം 6 ഗ്രൂപ്പിലെ 6 കോഴികളും കൂടെ ഒന്നിച്ച് കൂടി. അപ്പോൾ ഏറ്റവും ആദ്യം ഏത് ഗ്രൂപ്പാണോ ക്രിയേറ്റ് ആകുന്നത് അപ്പോൾ അവർക്ക് ഫസ്റ്റ്. അപ്പോൾ ഞങ്ങൾ തേർഡായിരുന്നു. അതായത് എൻ്റെ ഗ്രൂപ്പിൽ ഒരു കോഴിയെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാട് കേട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പുള്ളി നിന്ന് വല്ലാത്ത രീതിയിൽ കൊക്കുക. ഒരു രീതിയിലും കോഴിയാണോ താറാവാണോ കാക്കയാണോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുക. 5 പേരായി, ഒരാളൂടെ കിട്ടണം. ഈ പുള്ളി മിച്ചം ആയിട്ട് നിൽപ്പുമുണ്ട്. പുള്ളിയുടെ അടുത്തോട്ട് ചെന്ന് കൊക്കരോ എന്ന് വെക്കും. പുള്ളി മാക്ക് എന്നുള്ള സൗണ്ട് വേറെ ഒരു ക്വാ ഏതാണ്ടൊക്കെയാണ് വെക്കുന്നത്. അപ്പം ഞാനോർത്ത് താറാവാണോ കാക്കയാണോ. അങ്ങനെ ആകെപ്പാടെ വിഷയമായി. എനിക്ക് ആണെങ്കിൽ ആളെയും കിട്ടാതെ പാടുപെടാനും മാക്സിമം കിടന്ന് കൊക്കരക്കോ വെച്ച് പോകുമ്പോൾ പുള്ളി എന്നെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കോഴിയുടെ ഷേപ്പിൽ കൈ കൊണ്ട് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ പൂവൻ കോഴിയുടെ പോലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആന്ന് ഞാനും പറയുന്നുണ്ട്. പക്ഷേ കൊക്കരോ വെക്കും പുള്ളി വേറെ രീതി കൊക്കോ വെക്കുക. ആണ്ടവർ ചിരിക്കുന്നുണ്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഇത് ഇപ്പോൾ കണ്ടോണ്ട് ഞങ്ങളുടെ ആ കാര്യം പറഞ്ഞാൽ ചിരിക്കുന്നത്. ഈ റെഡ് ഇട്ടേക്കുന്നതൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ, അവരെയൊക്കെ ഞാൻ കോഴിയായിട്ട് കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷേ വേറൊരു പുള്ളി ഇപ്പോൾ ഒരു റെഡ് ടീഷർട്ട് ഇട്ട് മിഡിലിൽ ഇങ്ങനെ ബ്ലാക്ക് സ്ട്രൈപ്പുള്ളൊരു നിൽക്കുന്നുണ്ടോ നരച്ച് പുള്ളിയാണ് ഈ കൺഫ്യൂഷൻ ആക്കിയത്. പുള്ളി
ഉണ്ടോ, ഞാനവിടെ ചെന്ന് മാക്സിമം കൊക്കരക്കോ വെക്കും, പക്ഷെ ജന്മം ചെയ്താൽ പുള്ളി പോകുന്നത് മാത്രം ശരിയാകുന്നില്ല. അത് കാരണം എനിക്ക് ടീമിൽ ഒരാളെ കിട്ടാൻ ഞാൻ പാടുപെടാണ്ട് ആ ടീഷർട്ട് കണ്ടോ ഞങ്ങൾ ചിരിക്കുന്നതാണ്. ഞാൻ പറയുക പുള്ളി അവിടെ തെറ്റിച്ച് പൊക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് ഇവരെല്ലാം കൂടെ ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ പുള്ളിയെ മനസ്സിലാക്കി ഒപ്പിച്ചെടുത്ത് ഞങ്ങളുടെ ടീമിലാണ് വരുന്നത്. ഉണ്ടോ വിളിച്ച് വരുന്നത്. പുള്ളിയെ കൊണ്ട് എന്നിട്ട് ശരിക്കും കൊക്കിപ്പിച്ചു. കോഴി കരയുന്ന പോലെ തന്നെ എല്ലാവരും അയ്യോ എന്നാ ചിരിയായിരുന്നു. ഭയങ്കര വളിപ്പായിപ്പോയത്. എൻജോയ് ചെയ്ത് എൻ്റെ ദൈവമേ. ഇത് നമ്മുടെ കോട്ടയത്ത് വടവാതൂരിൽ കാർണിവൽ കേട്ടോ, ന്യൂ ഇയറിൻ്റെ കാർണിവൽ നടന്നതാണേ. അപ്പോൾ അത് എനിക്കൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കിട്ടി. ഞാൻ എടുത്ത വീഡിയോ അല്ല ഇത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് അവിടെ കാർണിവൽ തുടങ്ങി. കഴിഞ്ഞ വർഷം ആഷർ ഞങ്ങളെ രണ്ടിനെയും കൊണ്ടുപോയി കാണിച്ചായിരുന്നു. ഈ വർഷം അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ട് പലരും ആ സമീപവാസികൾ വിളിച്ചെങ്കിലും ഞങ്ങൾ പോയില്ല. പക്ഷേ എനിക്കൊരു വീഡിയോ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങളെ ഇട്ട് കാണിക്കാൻ, കോട്ടയംകാരും അല്ലാത്തവരൊക്കെ പരിചയപ്പെടണം. കോട്ടയത്ത് വടവാതൂർ ന്യൂ ഇയറിന് കാർണിവലുണ്ട്, ഫോട്ടോ കൊച്ചിയൊക്കെ ചെയ്യല്ലേ അതുപോലെ. ഇത് അത് തന്നെയാണ് കോട്ടയത്ത് വടവാതൂർ കേട്ടോ. അവിടെ ഒരു കണ്ടവും കടവും ഒക്കെ ഉണ്ട്, അവിടെയാണ് അത് നടത്തുന്നത്. നല്ല പ്രോഗ്രാം. ഇത് ഞങ്ങളുടെ ചർച്ചിലെ ന്യൂ ഇയർ പ്രോഗ്രാമാണ്. ഡിസംബർ 31 അവിടുത്തെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അതാ പരിപാടിയാണ് കണ്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി. 7 മണിക്കൂർ, 5 മണി വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 12 മണി വരെ. പക്ഷെ 12-ന് തീരത്തില്ല. 12 പറഞ്ഞാലും അത് 1 മണിയാവും. വീട്ടിൽ വന്നപ്പോൾ 2 മണി ഒക്കെ ആയി, കിടന്നപ്പോൾ 3:30 കുറേ ദിവസത്തെ യാത്രയും. ഞാനപ്പോൾ ഇതിൻ്റെ തലേദിവസം പാലായിലൊരു ഫ്യൂണറൽ സർവീസ് അമ്മ വീട്ടിലുണ്ടായിട്ട് അതിനും പോയി. തലേദിവസം എറണാകുളം പോയി. എല്ലാം കഴിഞ്ഞ് വീട്ടിലടിക്കിപ്പുറക്ക് ജോലി കാര്യങ്ങൾ, പാചകം, കേക്ക് ഉണ്ടാക്കൽ, ഭയങ്കര സംഭവങ്ങളല്ലേ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ. എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിവേ എൻജോയ് ചെയ്തില്ല. പിന്നെ ഇത് നമ്മളുടെ വീട്ടിലെ ഒടിച്ചുകൂത്തി ചീര, മൈസൂർ ചീര പറിച്ച് തോരൻ വെച്ചതാണേ. ഞാൻ കുറച്ച് ദിവസത്തെ വീഡിയോസ് അങ്ങ് ഒന്നിച്ച് എല്ലാം കൂടെ ഇട്ടാൽ, കാരണം ഓരോ ദിവസവും ഇടാൻ പറ്റുന്ന കണ്ടൻറ്റുകളൊന്നും ഇല്ല. എനിക്ക് വീഡിയോസൊന്നും എടുക്കാനുള്ള സമയങ്ങളും ഇല്ല. അപ്പോൾ പറ്റുന്നത് പെട്ടെന്ന് കിട്ടിയ വീഡിയോസൊക്കെ ഞാനങ്ങ് ഉൾക്കൊള്ളിച്ച്. ഇത് നമ്മുടെ മുരശ് പീരയാണ്, സൂപ്പറാണ് കേട്ടോ. മറ്റേ മൈസൂർ ചീര തോരൻ വെച്ചതും നല്ല അടിപൊളിയാണ്. നല്ല ഹെൽത്തി അല്ലേ ഇതൊക്കെ, നാടൻ. എനിക്കാണ് മീനോടാണ് താല്പര്യം. അപ്പം നമ്മുടെ ചോറൊക്കെ വാർത്ത് പീരയും തോരനൊക്കെ വെച്ച്, പുളിശ്ശേരി, തലേ ദിവസം സാമ്പാർ വെച്ചായിരുന്നു, അത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി. പിന്നെ ഇതാ നല്ല വെയിലാണ് കേട്ടോ. ഇതിന്ന് ഉച്ചയ്ക്കാണേ, നല്ല വെയിലാണ്. ആരണാണെങ്കിൽ ഇന്നലത്തെ വെയിലിന് കുറേ ഷൂസൊക്കെ കഴുകി, ചെരുപ്പൊക്കെ കഴുകി, കുറേ ആയി ആരൻ തിരക്കായോണ്ടല്ല നടക്കുന്നില്ലായിരുന്നു. അതൊക്കെ ചെയ്തു. ഇന്നിപ്പം എനിക്ക് പറ്റുന്നതെല്ലാം ഞാനും ചെയ്തു. എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ കോഴി കിടന്ന് ഭയങ്കര കൂവിച്ച. ഞാനൊന്ന് വർക്ക് ഏരിയയുടെ ഗ്രില്ല് അടച്ച് അകത്തോട്ട് കയറാൻ പോകുമ്പോൾ ഉടനെ കിടന്ന് ബഹളം വെക്കും. എന്നെ അകത്തോട്ട് വിടത്തില്ല. ഞാൻ എപ്പോഴും വർക്ക് ഏരിയയിലുണ്ട്, ഇവർക്കിഷ്ടം. എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാമല്ലോ. ഒരുത്തിയാണ് ഞാൻ കൂടെ അടയ്ക്കാൻ ചെന്ന് വെള്ളം കൊടുക്കാൻ ചെന്നപ്പോൾ ഇറങ്ങി കണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുന്നുണ്ടോ. ഒരാൾ മാത്രം ഇറങ്ങി നടക്കുക. എന്നാൽ നടക്കട്ടെ, കോഴിക്കോടിൻ്റെ അടിയിൽ കുറച്ച് തീറ്റയുണ്ട്, അതുമൊക്കെ തിന്നുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിച്ച് ഞാൻ അകത്തോട്ടൊന്ന് കയറാൻ പോവാം. നല്ല രസമാണ് ഇതുങ്ങളുമായിട്ടുള്ള. കോഴിയൊക്കെ ഭയങ്കര അച്ചടക്കം കേട്ടോ, നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും, നല്ല അനുസരണയാണ്. പിന്നെ ഇത് നല്ല മുഴുത്ത വെളുത്തുള്ളി. എനിക്ക് ആഷറിന് കൊല്ലംകാരൻ മൗറീഷ്യസിൽ നിന്ന് വന്നിട്ടുണ്ടേ. അപ്പം 25-ാം തീയതി അയാൾ തിരിച്ചു പോകുമ്പോൾ വെളുത്തുള്ളി അച്ചാർ ആഷറിന് വേണമെന്ന്. അവന് വലിയ ഇഷ്ടമാണ്. ഞാനിടുന്ന വെളുത്തുള്ളി അച്ചാർ അവന് നല്ല ഇഷ്ടമാണ്. ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ ഇടുന്നത്, പച്ചയ്ക്കല്ല. അപ്പോൾ അങ്ങനെ
അത് 1 കിലോ 310 രൂപ കേട്ടോ. 275 പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി മറന്നു പോയതായിരുന്നു. 310 പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഇഞ്ചി 90 രൂപ കിലോ. അത് ഞാൻ പറഞ്ഞു അതുകൂടെ ഇഞ്ചിക്കറിയും കൂടെ വെച്ച് കൊച്ചിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ അവനൊന്ന് ഇച്ചിരി ചോറും പെട്ടെന്ന് വെച്ച് ചപ്പാത്തിക്കുള്ളതൊക്കെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ കുഴച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ പീസോ എല്ലാം പെട്ടെന്ന് കുഴച്ചിട്ട് ബാക്കി ഞുള്ളി നമ്മളുടെ ഇങ്ങനെ പിച്ചെടുത്ത് വെച്ചു. ഇന്നത്തെ കറികൾ പണിയെല്ലാം തീർന്നിട്ട് പിന്നെ വന്നു. നമ്മുടെ ഡയറി മോര് കാച്ചിയതെന്നും കോട്ടയംകാരുടെ ഒരു ഡയറി മോര് കാച്ചിയായിരുന്നു. ഇത് സാമ്പാർ. അപ്പോൾ ആ ഡയറിക്കകത്ത് ചപ്പാത്തിയുടെ നമ്മൾ ഇന്ന് രാവിലെ എല്ലാ ദിവസവും വായിക്കുന്ന ബൈബിൾ വാക്യം എഴുതി വെച്ചിട്ട് അതിനെപ്പറ്റി കുറച്ച് എന്തെങ്കിലും ധ്യാനിച്ച് അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണം പ്രബോധനം പോലെ എഴുതിയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ കുറച്ചൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ അതിനായിട്ട് വന്നു. എനിക്കിത് കറക്റ്റ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചർച്ചിൻ്റെ ഡയറി ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനല്ലാതെ വേറെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഡയറിയിൽ എഴുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇന്നലെ വിളിച്ച് ചോദിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഇന്നങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോൾ 1-ാം തീയതിയുടെയും 2-ാം തീയതിയുടെയും 3-ാം തീയതിയുടെ ഒരുമിച്ചങ്ങ് ഞാൻ ഇന്ന് എഴുതാൻ തുടങ്ങി. 1-ാം തീയതി അപ്പോൾ വാക്യം കിട്ടിയതെല്ലാം എഴുതി വെച്ചു. അതിനെപ്പറ്റി പ്രബോധനമൊന്നും എഴുതിയില്ല. അതെനിക്ക് ഇച്ചിരി ചിന്തിച്ചിരുന്നൊക്കെ എഴുതണം. അത് കുറച്ച് സമയമെടുക്കും. എന്തായാലും കിട്ടിയ 3 ദിവസത്തെ വാക്യങ്ങൾ ഞാനങ്ങ് പകർത്തി വെച്ചു. പിന്നെ ഓരോ പേജിലും ഓരോ വാക്യം ഡയറിയിൽ തന്നെ കിടപ്പുണ്ട്. നമുക്കതും വായിച്ച് സമയമുണ്ടെങ്കിൽ നല്ല സമയം ഉണ്ടാക്കി അത് പഠിച്ച ധ്യാനിച്ച വായിച്ചിട്ട് ധ്യാനിച്ച നല്ലത്. ഞാൻ ഡൈ ബൈബിൾ 1.5 മാസമായി. ഡൈ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട തേക്കാറില്ല, നാച്ചുറലായിട്ട് ഉണ്ടാക്കിയത്. നമ്മൾ ക്ഷമാ നിഹാർ എന്ന് പറയുന്ന ഹെന്ന പൗഡർ, പിന്നെ അങ്ങനെ ക്ഷമാ നിഹാർ എന്ന് പറയുന്ന ഹെന്ന പൗഡർ ഇനി ബൈബിൾ ഞാൻ ഉപയോഗിക്കുന്നത്. അത് നല്ല സൂപ്പർ, അത് നല്ല ഡാർക്ക് ബ്രൗൺ. ഒരുപാട് ക്ഷമാ നിഹാർ എന്ന് പറയുന്ന ഹെന്ന പൗഡറിനായിട്ട് പലതും ചേരുന്നതായിട്ട് പൊടി ചിന്തിക്കാറേ കുറേ ഐറ്റംസ് ചെയ്യുമ്പോൾ വിവരിച്ച് 2 പ്രാവശ്യം മുമ്പേ അവൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതോടുകൂടെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തോടുകൂടെ പറഞ്ഞേക്കാം ഞാൻ. കാരണം ഇനി മുതൽ യൂട്യൂബിൽ എടുക്കുന്ന വീഡിയോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റേതായ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മൾ പിന്നെ യൂട്യൂബിൽ ഇതിട്ടതാണ്, പക്ഷെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്നുകൂടെ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച. ഇത് ക്ഷമാ നിഹാർ എന്ന് പറയുന്ന ഹെന്ന പൗഡറും പിന്നെ അതിനകത്ത് നെല്ലിക്ക ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ശകലം നെല്ലിക്കാപ്പൊടിയും, ഈ കൈ കാണിക്കുന്നതിനെപ്പറ്റി ഞാൻ പറയാം എന്നാന്ന്, നെല്ലിക്കാപ്പൊടിയും പിന്നെ നമ്മുടെ നീലയമരിയും കൂടെ മിക്സ് ചെയ്ത് ഏതിനകത്താണെന്നറിയാവോ? അത് ആ കയ്യെ കറ കാണിച്ചില്ലേ, വെറ്റില മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോടെ 4 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് അരച്ചു. അപ്പോൾ ആ മിക്സിയുടെ അരച്ചതിൻ്റെ അറ്റത്ത് പറ്റിയിരുന്നത് ഇങ്ങനെ തൂത്തിങ്ങനെ ഇട്ടപ്പോൾ എൻ്റെ കയ്യെ കറ കണ്ടോ. അപ്പോൾ അത് സോപ്പിട്ട് കഴിയിട്ടും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അത്ര നല്ലതാണ്, ഇഫക്റ്റീവാണ് നമ്മുടെ വെറ്റില ഡൈ. അപ്പം നല്ല സൂപ്പറാന്ന് എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ വെറ്റിലയും വേറെ എന്തോ ഒരു ഐറ്റവും മാത്രം ഞാൻ തേച്ചായിരുന്നു. അതും നല്ലതായിട്ട് 2 മാസത്തോളം നിന്നു. അപ്പോൾ ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കി വെക്കാതെ ഈ നാച്ചുറൽ ഡൈ നിങ്ങൾ ഉപയോഗിക്കണം. വെറ്റില ഒരു 4 ഇല ഇവിടെ ഇരുന്നത് അങ്ങ് അരച്ചു. 6 എണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 6 എണ്ണം എടുത്ത് നല്ലതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിൽ ഇച്ചിരി നീട്ടി അരച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഈ ക്ഷമാ നിഹാർ നെല്ലിക്കാപ്പൊടിയും നീലയാമ്പരിയും കൂടെ മിക്സ് ചെയ്താൽ മതി. സൂപ്പർ. ആരൻ ഓൺലൈൻ ക്ലാസ്സിലതാ, പിന്നെ ഞാൻ ഓർത്തെന്നാൽ വോയിസ് ചെയ്തേക്കാന്ന് ഓർത്തേ, മറ്റേ സൗണ്ട് അങ്ങ് കളഞ്ഞു. സൂപ്പർ അടിപൊളിയാട്ടോ. ഒരു 1% പോലും കുറ്റം പറയാനില്ല. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ ഉണ്ടാക്കി അങ്ങ് തഴമ്പിച്ചു. ദൈവം സഹായിച്ചു. അങ്ങനെ ഏത് കാര്യവും അങ്ങനെ ആണെന്നല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ ജനിക്കുമ്പോഴേ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുമോ, അല്ലെങ്കിൽ വെറൈറ്റി ഡിഷസ് ചൈനീസോ അല്ലെങ്കിൽ
അമേരിക്കനോ നോർത്ത് ഇന്ത്യനോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പഠിക്കുകയില്ല. നമ്മൾ വീട്ടിൽ വളർന്നു വരുന്ന ചുറ്റുപാടി കേരളത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും ഉണ്ടാക്കിയും പഠിക്കുകയല്ലേ. എത്ര കേട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് പഠിക്കണം. സൂപ്പർ. ഇപ്പം പ്ലം കേക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കൈ വിറയ്ക്കുമായിരുന്നു. ഇന്നത്തെ പരിപാടി ഭയങ്കര ചങ്കിടിക്കുമായിരുന്നു കേട്ടോ പണ്ടേ. പക്ഷേ ഇപ്പം എല്ലാ കേക്കും നമുക്ക് ഉണ്ടാക്കി പിന്നെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രം അത്ര അങ്ങ് അതിൻ്റെ രീതികൾ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ടാട്ടോ പിന്നെ എല്ലാം ഒന്ന് ഓർഡറിൽ കൊണ്ടുവരാൻ ഒത്തിരി പണിപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് നല്ല വീഡിയോസൊക്കെ. ആരന് പ്രീ ബോർഡ് എക്സാം ഇന്ന് തുടങ്ങി കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം. +2 പ്രീ ബോർഡ് എക്സാം എന്ന് വെച്ചാൽ 3 എണ്ണം ഉണ്ട്. 3ാമത്തേത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രീ ബോർഡും കൂടി ഉള്ളൂ, ഇതിൻ്റെ മാർക്ക് വരും, സർട്ടിഫിക്കറ്റ്. എല്ലാവരും പ്രാർത്ഥിക്കണേ. പിന്നെ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചിരിക്കാതിരിക്കുന്നതന്നെ ആ കുട്ടി ഉറക്കപ്പിച്ച ക്ലാസ്സിൽ പെയിൻറ്റിങ് ക്ലാസ് ഒത്തിരി തീർക്കാനുണ്ട്. ക്രിസ്മസ് വെക്കേഷന് ചർച്ചിലായിരുന്നുകൊണ്ട് പ്രോഗ്രാമൊക്കെ ആയിരുന്നുകൊണ്ട് ആരൻ പിന്നെ ഓൺലൈൻ ക്ലാസ് ഒത്തിരി പെയിൻറ്റിങ് തീർക്കാനുണ്ട്. ഇന്ന് അവർ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് എന്തുകൊണ്ടാണ് പെയിൻറ്റിങ് എന്നൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇപ്പം വീഡിയോ ഇടുമ്പോൾ താമസിക്കും. നിങ്ങൾ രാവിലെ കണ്ടാൽ മതി. നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ കാണണമെന്നില്ല. എല്ലാവരും ഉറങ്ങിക്കോ. നാളെ കണ്ടാൽ മതി. എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫേസ്ബുക്കിൽ യൂട്യൂബ് ചാനലിൽ ജോമാസ് വേൾഡ്, ഫേസ്ബുക്കിൽ ജോമ ഡേവിഡ്, ഇൻസ്റ്റാഗ്രാമിൽ ജോമാസ് വേൾഡ്. അതുപോലെ നമുക്ക് ഫേസ്ബുക്കിൽ 2 അക്കൗണ്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് ജോമ ഡേവിഡും അതാണ് വളരെ ഇതായിട്ടുള്ളത്, ആക്റ്റീവായിട്ടുള്ളത്. പിന്നെ ഫേസ്ബുക്ക് ഒരു അക്കൗണ്ട് ജോമാസ് വേൾഡ് എന്നും പറഞ്ഞ് ഉണ്ട്. അതിനകത്ത് ഞാൻ അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല, എങ്കിലും ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു കുഞ്ഞ് സംരംഭകയാണ്, ബിഗിനർ ആയതുകൊണ്ട് ഒത്തിരി തെറ്റുകുറ്റങ്ങളുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയുക, ഗുണദോഷിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ് പറ. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരമ്മ.